ലക്ഷ്മിപ്രിയയ്ക്കും ക്യാൻ മീഡിയ ചാനലിനുമെതിരെ അൻസിബയുടെ പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നും അൻസിബ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും എഫ്ഐആർ ഇടുകയോ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലുമാണ് പുതിയ പരാതി. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ഇതാ പോലീസിനുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. പോലീസിനെതിരെയും പരാതി നൽകിയിരിക്കുന്നു അൻസിബ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരെ, ലക്ഷ്മിപ്രിയയ്ക്കും ഒപ്പം തന്നെ ക്യാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയാണ് നിലവിലിപ്പോൾ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ക്യാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ വഴി ലക്ഷ്മിപ്രിയ തന്നെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ മുന്നേ തന്നെ അൻസിബ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്നാണ് നിലവിലിപ്പോൾ അൻസിബ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മറ്റൊരു പരാതി കൂടി നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ താൻ മുന്നേ തന്നെ യൂട്യൂബ് ചാനൽ വഴി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി നൽകിയെങ്കിലും കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടില്ല. പരാതി നൽകിയിട്ടും എഫ്ഐആർ ഇടുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തന്നെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്നാണ് നിലവിലിപ്പോൾ അൻസിബ ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലാരിവട്ടം SHO അല്ലാതെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന്റെ ചാർജ് ഏൽപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും ഒപ്പം തന്നെ ക്യാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയായിരുന്നു അൻസിബ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. സിന്ധു, ശരി, വ്യക്തമാണ്. ലക്ഷ്മിപ്രിയയ്ക്കും ക്യാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിനുമെതിരെയായിരുന്നു അൻസിബയുടെ പരാതി. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നും പരാതി നൽകിയിട്ടും എഫ്ഐആർ ഇട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും അൻസിബ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.